ഇപ്പോൾ തന്നെ ഈ ശബരിമല വിവാദം എന്ന് പറയുന്നത് CPM-ന്റെ മുഖം നഷ്ടമാക്കിയിട്ടുണ്ട്. അത് ഈ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ വെല്ലുവിളിയല്ല. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും. അത് കഴിഞ്ഞാൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം UDF ഇതൊരു വലിയ വിഷയമായി ഉയർത്തി കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2019 ശബരിമലയിൽ കൈപൊള്ളിയതാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും UDF-നാണ് കിട്ടിയത്. കേവലം ഒരു സീറ്റ് മാത്രമാണ്, ആലപ്പുഴ സീറ്റ് മാത്രമാണ് CPM-ന് കിട്ടിയത്. 2024 അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടി പതറിയാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷയും വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തുടർ ഭരണം ലക്ഷ്യം വെക്കുന്ന പാർട്ടി ഇപ്രാവശ്യം എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് പറയുന്നത് ഇപ്രാവശ്യം സ്ഥാനാർത്ഥികളെ മത്സരിക്കുമ്പോൾ ടേം ഒന്നും ഒരു പ്രശ്നമാക്കണ്ട എന്നാണ്. 2 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണല്ലോ CPM-ന്റെ ഒരു രീതി. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ G സുധാകരനും AK ബാലനും തോമസ് ഐസക്കും അടക്കമുള്ള പല പ്രമുഖ നേതാക്കളും ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. പക്ഷേ ആ ടേം വ്യവസ്ഥ എടുത്ത് കളയാനാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് 2 പ്രധാനികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേമത്ത് ശിവൻകുട്ടി മത്സരിക്കും, അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളി മത്സരിക്കുമെന്നാണ് CPM തീരുമാനിച്ചിരുന്നത്. ആ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ നിൽക്കുന്ന കടകംപള്ളിയെയാണ് ഇപ്പോൾ SIT ചോദ്യം ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ പരമാവധി സർക്കാർ ശ്രമിക്കും, ആഭ്യന്തര വകുപ്പ് ശ്രമിക്കും, ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസ് ശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ഹൈക്കോടതി കേരളത്തോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഇടതുപക്ഷ സർക്കാരിനോട് ചോദ്യം ചോദിച്ചിരുന്നു. ജസ്റ്റിസ് ബദറുദ്ദീനാണ് വാക്കാൽ ഒരു പരാമർശം നടത്തിയത്. അത് പിന്നീട് എല്ലാ മാധ്യമങ്ങളുടെയും വലിയ തലക്കെട്ടായിരുന്നു. എന്താണ് അദ്ദേഹം ചോദിച്ചതെന്നറിയാമോ? ഈ ഇടതുപക്ഷ സർക്കാർ ഈ പറയുന്ന അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരാണോ എന്നാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചത്. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുക അഴിമതിയൊന്നും നടക്കില്ല എന്നാണ്. പക്ഷേ ആ അവസ്ഥയൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ പരിതാപകരമായ സ്ഥിതിയാണ് എന്ന് സംസ്ഥാനത്തെ ഹൈക്കോടതിയിൽ ഒരു ജസ്റ്റിസ് ആശങ്കപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ വാർത്തയായിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് പല അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന ഒരു പോളിസിയായിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കാർക്ക് സംരക്ഷണം നൽകുന്ന, അഴിമതിക്കാർക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരാണോ ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആകാംക്ഷ പങ്കിട്ടത് കേരളത്തിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പറയുന്ന SIT ഉടൻ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യൽ തന്നെ CPM-നെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ആ രാഷ്ട്രീയ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്ന അങ്കലാപ്പിലാണ് ഇപ്പോൾ LDF-ഉം അതുപോലെ തന്നെ CPM-ന്റെ നേതൃത്വവും. പക്ഷേ പ്രിയപ്പെട്ട സഖാക്കളെ, സ്വർണ്ണപ്പാളിയിൽ പണി ശരിക്കും പാളി എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം.